ഞാൻ 100% ഉറപ്പിച്ചു പറയാം, ഈ SLK തുടങ്ങിയതിന് ശേഷം അനസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി, മലപ്പുറത്തിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി വന്നതിന് ശേഷം, കഴിഞ്ഞ വർഷം പ്ലെയർ ആയിരുന്നു, വന്നതിന് ശേഷം ഒരു കളി പോലും ഇരുന്ന് കണ്ടിട്ടില്ല. ഞാൻ എഴുതി വെച്ചുതരാം. ഞാൻ അനസിനെ കാണുമ്പോഴൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. നിൽക്കുന്ന അനസ് മാത്രമാണ് SLKയിൽ എൻ്റെ വിഷ്വൽ. ഇരുന്ന് അനസിനെ ഞാൻ കണ്ടിട്ടില്ല. കറക്റ്റ് അല്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ടീം ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ സെമിയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫുട്ബോൾ വീക്ഷിക്കുന്ന ആളുകളാണ്, കേരളത്തിലുള്ള എല്ലാവരും വീക്ഷിക്കുന്ന ആളുകളാണ്. എൻ്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ടീമിനെ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ടിങ്ങിലെല്ലാം ഞാൻ വിചാരിച്ച ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച, അല്ലെങ്കിൽ എൻ്റെ കോച്ച് വിചാരിച്ച ഒരു സിസ്റ്റത്തിലല്ല എൻ്റെ ടീം ഓടിയിട്ടുണ്ടായിരുന്നത്, നമ്മളെ പ്ലാനുകളും സാധനവും. പക്ഷേ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ എൻ്റെ ടീമുകൾ നിൽക്കേണ്ട പ്ലേയേഴ്സ് അല്ല എന്ന് ആഗ്രഹിച്ചു. അതിലാണ് നമ്മളെ ഡിസിഷനൊക്കെ വന്നത്. നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി ആരോടും, ഈവൺ എൻ്റെ പോയ കോച്ചിനോട് പോലും ഞാൻ എഗെയിൻസ്റ്റ് അല്ല. പക്ഷേ എൻ്റെ പ്ലെയർക്ക് കിട്ടേണ്ട സാധനം, അവരെ ഹാപ്പി ആയിട്ട് കളിക്കേണ്ട മൊമെൻറ്റുകൾ, അവർ ഹാപ്പി ആയിട്ട് ഫുട്ബോൾ കളിക്കണം, എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിക്കണം വിത്തൗട്ട് സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് അടിച്ചാലും എൻ്റെ പ്ലെയേഴ്സ് എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ആക്ച്വലി ഞാൻ. കാരണം നമ്മൾ ഡിമാൻഡിങ് ആണ്. കാരണം എൻ്റെ പ്ലെയർ ഡിമാൻഡിങ് ആണ്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷേ എങ്ങനെ എന്നുള്ളതിലാണ്. അപ്പോൾ പ്ലേയേഴ്സ് ഹാപ്പി ആവണം ഫുട്ബോൾ കരിയറിൽ.